എല്ലാ കൂട്ടുകാർക്കും പവിത്രം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഞാൻ സുരേന്ദ്രനാണ്. ഇന്നത്തെ വീഡിയോ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളത് കാണാൻ പോവുകയാണ്. എല്ലാവരും കൂടെ വന്നോളൂ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം, എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത്. കേരളത്തിലെ അതിപുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. എല്ലാവരും ആകാംക്ഷഭരിതരായി ആദരവോടെ കാത്തിരിക്കുന്ന കായികോത്സവം. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിന് നടത്തുന്ന ഈ വള്ളംകളിയെ വ്യത്യസ്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ ഗാംഭീര്യവുമാണ്. പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദീതീരത്തുള്ള പൈതൃക ഗ്രാമമാണ് ആറന്മുള. തിരുവോണസദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും താൻ എത്തിക്കുമെന്ന് ഒരു ഭക്തനായ ബ്രാഹ്മണൻ ഉറപ്പ് നൽകിയെന്നാണ് ഐതിഹ്യം. തിരുവോണം നക്ഷത്രത്തിൻ്റെ അന്നാണ് തിരുവോണസദ്യ. തിരുവോണത്തോണി എന്നറിയപ്പെടുന്ന വള്ളത്തിലാണ് വിഭവങ്ങൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിക്കുക. വിഭവങ്ങളുമായി വന്ന തിരുവോണത്തോണിയെ ശത്രുക്കൾ ആക്രമിച്ചുവെന്നും അപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ചുണ്ടൻ വള്ളങ്ങൾ ആക്രമികളെ തുരത്തി എന്നുമാണ് ഐതിഹ്യം. ഈ സംഭവത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തികഞ്ഞ പ്രൗഢിയോടെ ഇന്നും ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭഗവാൻ കൃഷ്ണനുള്ള അർച്ചനയാണ് ഈ വള്ളംകളി. ആറന്മുള വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടം എന്നാണ് വിളിക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ പള്ളിയോടങ്ങൾ രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിശ്വാസം. 6 മുളകൾ ചേർത്ത് നിർമ്മിച്ച ചങ്ങാടത്തിൽ ഭഗവാൻ കൃഷ്ണൻ പമ്പയാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണത്രേ ഈ ഗ്രാമത്തിന് ആറന്മുള എന്ന പേര് ലഭിച്ചത്. പള്ളിയോടങ്ങൾ ആറന്മുളയുടെ തനതായ ചുണ്ടൻ വള്ളങ്ങളാണ്. വളരെ ബഹുമാനപൂർവ്വമാണ് ഭക്തർ പള്ളിയോടങ്ങളെ കാണുന്നത്. പാർത്ഥസാരഥിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നവയാണ് പള്ളിയോടങ്ങൾ എന്ന് ഭക്തർ വളരെ വിശ്വസിക്കുന്നു. ഓരോ കരക്കാരുടെയും അഭിമാനങ്ങളാണ് അവിടുത്തെ പള്ളിയോടങ്ങൾ. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ നദീവള്ളം ഉത്സവമാണ് ഓണക്കാലത്ത് നടക്കുന്ന ആറന്മുള വള്ളംകളി. പത്തനംതിട്ട ജില്ലയിൽ ശ്രീകൃഷ്ണനും അർജുനനും പ്രതിഷ്ഠയുള്ള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്തുള്ള ആറന്മുളയിലാണ് ഇത് നടക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോരോ ഗ്രാമങ്ങളുടേതാണ്. എല്ലാ വർഷവും മത്സ്യം, എണ്ണ, കൊപ്ര, കരി, മുട്ടയുടെ വെള്ളക്കരു എന്നിവയിട്ട് വള്ളങ്ങൾ മിനുക്കിയെടുക്കുന്നു. വള്ളം ഈടും ബലവുമുള്ളതാവാനും ജലത്തിൽ തെന്നി നീങ്ങുന്നതിനുമാണ് ഇത് എന്നാണ് ഇവിടെ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞത്. ഗ്രാമത്തിലെ ആശാരി വള്ളത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്നു. അതാതു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വള്ളങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഒരു അഭിമാനമാണ്. Mangamarin maniyalam
ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ തുടക്കം നിങ്ങൾ കണ്ടില്ലേ? ഈ കുട്ടി വീഡിയോ ഒന്നും ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം, എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത്. പുതുപുത്തൻ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.